ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ദേ ഇപ്പം നിൽക്കുന്നത് ഈ ചമ്പക്കുളം പള്ളിയിലാട്ടോ. നമ്മുടെ കുട്ടനാട്ടിലെ തന്നെ പേര് കേട്ട ഒരു പള്ളിയായ ചമ്പക്കുളം പള്ളിയിലാട്ടോ നിൽക്കുന്നത്. നമുക്കിവിടെ ഒരു ആണ്ട് കുർബാന ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് വന്നതായിരുന്നേ. അപ്പോൾ വന്നപ്പോഴത്തേക്കിന് പള്ളിയുടെയും പരിസരത്തിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ എടുത്തു. അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ കരുതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചമ്പക്കുളം പള്ളിയും പരിസരമൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇത് പള്ളിയുടെ നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. സൈഡ് ഭാഗം കൊണ്ട് കാണുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇത്. പള്ളിയും പരിസരവും കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാട്ടോ. നല്ല ഒത്തിരി ചെടികളും ഒക്കെ ആയിട്ടൊക്കെ നല്ലതുപോലെ അലങ്കരിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല പൂക്കളുള്ള ചെടികളും അല്ലാതെ ഇലച്ചെടികളൊക്കെ ആയിട്ട് ഒത്തിരി ഉണ്ട് കേട്ടോ. ഇത് ഒരു ഗ്രോട്ടോയാണ്, മാതാവിൻ്റെ ഒരു ഗ്രോട്ടോയാണ്. ഇത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു കാഴ്ചയാണ്. ഈ ഒരു വള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നമ്മൾ പള്ളിയിലോട്ട് നമ്മൾ ഗേറ്റ് കടന്ന് കയറി വരുമ്പോൾ തന്നെ നേരെ തന്നെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് നമ്മുടെ മലമാതാവിൻ്റെ ഒരു ഗ്രോട്ടോയാണ്. ദേ അവിടെ മാതാവ് ഇരിപ്പുണ്ട്. ദേ കണ്ടോ, നിങ്ങൾക്ക് കാണാവോ? ഇവിടെ മാതാവിനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് പള്ളിയുടെ മോണ്ടലമാണേ. അതിൻ്റെ നേരെ കാണുന്നതാണ് പള്ളിയുടെ മെയിനായിട്ടുള്ള വാതിൽ. ഇത് സൈഡ് ഭാഗമാട്ടോ. ഇത് സൈഡ് ഭാഗമാണ്. മെയിൻ വാതിൽ തുറന്നിട്ടില്ലായിരുന്നു. പള്ളിയിലപ്പോൾ ഇതേ കുർബാന തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കുർബാനയുടെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് എടുത്ത വീഡിയോ ആണ്. കുർബാന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആണ്ട് കുർബാനയ്ക്ക് പോയതായിരുന്നു. അപ്പോൾ അന്നേരം എടുത്ത വീഡിയോ ആണ് ഞാനിത്. അപ്പോൾ ഇപ്പോൾ ഇതേ കുർബാന നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ ചിലപ്പോൾ ഇടയ്ക്ക് ചെറുതായിട്ടൊരു വീഡിയോ എടുത്തു. അതാട്ടോ ഈ കാണുന്നത്. ഇതാണ് പള്ളിയുടെ അകം. പള്ളിയുടെ അകമൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ പള്ളിയുടെ അകം. ഇതെല്ലാം പള്ളിയുടെ അകത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. പള്ളിക്കകത്തുള്ള കാഴ്ചകളാണേ. ഇനി നമുക്ക് പള്ളിയുടെ പുറത്തായിട്ടുള്ള ബാക്കി കാഴ്ചകളൊക്കെ കാണാവേ. ഈ കാണുന്നത് ആറാട്ടോ. ആറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പള്ളിയാട്ടോ. പള്ളിയുടെ പുറകു ഭാഗത്തായിട്ടാണ് ആറ്. അപ്പോൾ അതുകൂടെ ഞാൻ കാണിച്ചു തരാവേ. ഇത് പള്ളിയുടെ പുറകു ഭാഗമാട്ടോ. പുറകു ഭാഗമാണ്.
ദേ ഈ കാണുന്നതാണ് ആറ്. എൻ്റെ സൈഡിലൂടെ കണ്ട അവിടെ ഒരു പാലം പോകുന്നുണ്ട്. ആ പാലത്തെ കൂടെയാണ് ഇപ്പോൾ നമ്മൾ കയറി വണ്ടി പോകുന്നത്. നേരത്തെയൊക്കെ കടത്ത് കയറി ഇക്കരെ വരണമായിരുന്നു കേട്ടോ. കടത്ത് വെള്ളം കയറിയിട്ടായിരുന്നു ഇക്കരെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ പാലം വന്നതുകൊണ്ട് നമുക്ക് വണ്ടിക്ക് നേരിട്ടിങ്ങ് പോരാവുന്നതാണേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പള്ളിയിലെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടവരെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ എങ്ങനെയുണ്ടെന്നും ഒക്കെ ആയിട്ടൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ പള്ളിയിൽ വന്നിട്ടുള്ളവരാണേ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ. ഒത്തിരി ഫ്രണ്ട്സ്, എനിക്ക് യൂട്യൂബ് ഫ്രണ്ട്സ് ഉണ്ട്, ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഞാനും തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ.